Welcome to Mr. Unbox and Travel. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ആണ് OnePlus NORD CE3 Lite 5G. ഏകദേശം 2 മാസത്തിന് മുകളിലായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലുള്ള റിവ്യൂ ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് എൻ്റെ ചാനലിലെ 89ാമത്തെ മൊബൈൽ പ്രോഡക്റ്റ് ആണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതുപോലുള്ള ഒട്ടനവധി സ്മാർട്ട് ഫോണുകളും ഗാഡ്ജറ്റ് ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോസും ചാനൽ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ബോക്സിനകത്ത് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് ലഭിക്കുന്നുണ്ട്. 67 വാട്ടിൻ്റെ സൂപ്പർ വൂക്ക് ചാർജറാണ് വരുന്നത്. Type A to Type C ചാർജിങ് കേബിളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള OnePlus NORD CE3 Lite 5G. 2 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് പാസ്റ്റൽ ലൈം എന്ന് പറയുന്ന കളറാണ്. ഇത് കൂടാതെ ക്രോമാറ്റിക് ഗ്രേ. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പിറകിലും അതുപോലെ തന്നെ സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് വരുന്നത്. ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള സ്മഡ്ജസും കാര്യങ്ങളും കാണാൻ പറ്റും. OnePlusൻ്റെ ഒരു ലോഗോ അതുപോലെ തന്നെ കോയിൻ ഷേപ്പ് ക്യാമറ മൊഡ്യൂളാണ് വരുന്നത്. ഒരല്പം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിൽ 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. ഒരല്പം സൈസോട് കൂടിയിട്ടുള്ള ഫ്ലാഷ് മൊഡ്യൂളും കാണാൻ പറ്റും. 8.3 mm ആണ് ബോഡി തിക്നെസ്. 195 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് വരുന്നത്. റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് നമുക്ക് മുകൾ വശത്ത് കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ വരുന്നത്. അത് തന്നെ ഒരേ സമയം 2 നാനോ സിം കാർഡ് അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള വോളിയം റോക്കേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴ്വശത്തായിട്ട് നമുക്ക് 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, ഇന്റേണൽ മൈക്ക്, Type C ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ ഒരു സ്പീക്കർ ഗില്ല് കാണാൻ സാധിക്കും. ഇപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ 6.72 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്. ഫുൾ HD+ ആണ് റെസൊല്യൂഷൻ. 391 പിക്സൽ പെർ ഇഞ്ചാണ് ഡെൻസിറ്റി. അതുപോലെ തന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 550 nits ആണ് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അത് തന്നെ 680 nits ആണ് പീക്ക് ലെവൽ, അതായത് മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള കാഴ്ച മാത്രമേ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കൂ. അല്ലാതെ വല്ലാത്ത ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യൂയിങ് ആംഗിളിലും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും ഈ ഒരു പ്രൈസ് ആയതുകൊണ്ട് തന്നെ MOLED കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായെന്നുള്ള ഒപ്പീനിയൻ ഉണ്ട്. എനിവേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 695 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 6 nm ആണ് ചിപ്സെറ്റ് സൈസ്. ഒക്ടാ കോറിൽ 2.2 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Adreno 619 എന്ന് പറയുന്ന GPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിവേ ഇത്രയും ദിവസം യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് 5G ഒരു പ്രൊസസ്സർ എന്നുള്ള രീതിയിലുള്ള ഒപ്പീനിയൻ എനിക്കില്ല. എങ്കിലും പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമുക്കിതിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ന്യൂനത മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഗെയിമിംഗ് പെർഫോമൻസ് അല്ലെങ്കിൽ നോർമൽ പെർഫോമൻസിൻ്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ 8GB റാമിൽ 128ഉം 8GB റാമിൽ 256GB എന്ന് പറയുന്ന 2 മെമ്മറി വേരിയന്റിലാണ് അവൈലബിൾ ആവുന്നത്. റാം എക്സ്പാൻഷൻ വഴി നമുക്ക് അപ് ടു 8GB വരെ ഇതിൽ അധികരിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ മെമ്മറി കാർഡും ഇതിൽ സപ്പോർട്ടാണ്. എനിവേ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ Android 13ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഓക്സിജൻ OS വേർഷൻ വരുന്നത് 13.1 ആണ്. കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ബാൻഡ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.1 ആണ് വേർഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. NFC ഈ ഒരു സ്മാർട്ട് ഫോൺ സപ്പോർട്ടാണ്. ഇനി 5G ബാൻഡിൻ്റെ എണ്ണത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്നത് ഗ്ലോബൽ വേർഷനാണ്. അതുകൊണ്ട് തന്നെ 13ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. അതേസമയത്ത് ഇന്ത്യൻ വേരിയന്റിലാണെങ്കിൽ 9ഓളം 5G ബാൻഡ് മാത്രമാണ് സപ്പോർട്ട് ആവുക. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 67 വാട്ടിന്റെ ചാർജറാണ് നമുക്ക് ഇതിനൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 40 മിനിറ്റിന് അടുത്താണ്. ഇനി ഇത്രയും ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു ദിവസത്തിനടുത്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡി ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് കേൾക്കാൻ സാധിച്ചത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കാം. അത്യാവശ്യം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ
ഫേസ് ലോക്കും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ ഈ ഒരു ഫോണിൽ നിന്നും പ്രതീക്ഷിച്ചതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു എനിക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം കോൾ ഓഫ് ഡ്യൂട്ടി ആയിരുന്നു ഞാൻ ഇതിൽ കളിച്ചത്. ഏകദേശം 45 മിനിറ്റിന് മുകളിൽ ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രാഫിക് പെർഫോമൻസും അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി നല്ലതായിരുന്നു, ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതായിരുന്നു, ലാഗ് ഫ്രീ ആയിരുന്നു, പറയത്തക്ക രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ എനിക്കിതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് ബേസിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു പ്രോ ലെവലല്ല, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിരാശപ്പെടുത്താത്ത ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കുക. ക്യാമറയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 108 മെഗാ പിക്സൽ f1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസ്, 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസർ, 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസ്. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസെന്റ് പെർഫോമൻസ് എന്ന് മാത്രമേ ഞാൻ പറയൂ. അതല്ലാതെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു ഒപ്പീനിയൻ ഇല്ല. കാരണം ഡേലൈറ്റ് പെർഫോമൻസ് അത്യാവശ്യം നല്ലതാണ്, HDR പെർഫോമൻസ് അത്യാവശ്യം നല്ലതാണ്. ഈവൻ നൈറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ലാത്ത ഫോട്ടോസും കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ മാക്രോ പെർഫോമൻസ് ശോകമാണ്. അതുപോലെ തന്നെ ഇതിൽ അൾട്രാ വൈഡ് ലെൻസ് ഇല്ല എന്നുള്ള കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ്. എനിവേ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസിലൊന്നും കാണാൻ സാധിക്കില്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോട്ടോസ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കളേഴ്സിൻ്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താൽ 16 മെഗാ പിക്സലിന്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൽഫി ഫോട്ടോസും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. വലിയ എക്സ്ട്രാ ഓർഡിനറി ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും നമുക്ക് ഫോട്ടോസിലൊന്നും കാണാൻ സാധിച്ചില്ല. ഡയലൈറ്റ് പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്. HDR പെർഫോമൻസും തരക്കേടില്ലാത്ത രീതിയിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് പെർഫോമൻസിന്റെ കാര്യം എടുത്താലും ഈ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും നമുക്ക് ലഭിക്കുന്നുണ്ട്. എനിവേ ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസെന്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രം കണക്കാക്കിയാൽ മതി. അതല്ലാതെ ഈ ഒരു പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ഒപ്പീനിയൻ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലെ ക്യാമറ പെർഫോമൻസിലില്ല. C3 ലൈറ്റിൽ എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ എച്ച് ഡിയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡാണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്നത്. ഇതിൽ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം സ്റ്റെബിലൈസേഷനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ HDR പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇതിൽ 4K ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നതും അതുപോലെ തന്നെ 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നതുമാണ്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. ഫുൾ എച്ച് ഡിയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. ചെറിയ രീതിയിൽ ഷേക്കിംഗ് ഉള്ള വീഡിയോ ആണ്. അതുപോലെ തന്നെ ഉച്ച സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എങ്കിലും നമ്മുടെ ഫേസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന തരത്തിലായിരിക്കും നിങ്ങൾക്ക് കാണുക. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ഡീസെന്റ് ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റി ആയിട്ട് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8GB പ്ലസ് 128ന് 899 ഖത്തറിയാലും 8GB പ്ലസ് 256GBക്ക് 999 ഖത്തറിയാലാണ് ഒഫീഷ്യൽ പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 20,000 22,000 രൂപ. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസെന്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ സാധിക്കും. അതായത് പോസിറ്റീവ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്പീക്കർ ക്വാളിറ്റി നല്ലതാണ്, ബാറ്ററി ലൈഫ് നല്ലതാണ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്, ഈവൻ ഹാർഡ്വെയർ പെർഫോമൻസും അത്യാവശ്യം നല്ലത് തന്നെയാണ്. എനിവേ നമുക്ക് പോരായ്മ അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് MOLED ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. അതുപോലെ തന്നെ 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും കുറച്ചും കൂടി നന്നായനെ. ഈ ഒരു പ്രോസസ്സർ ആയതുകൊണ്ടാണ് അതിൽ 4K വീഡിയോ സപ്പോർട്ട് അല്ലാത്തത്. അപ്പോൾ 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോസസ്സർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയനെ എന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ട്. എനിവേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൈസിൽ ഒരു ഡീസെന്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ OnePlus ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു OnePlus NORD CE3 Lite 5G. സോ ഇന്നത്തെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിവ്യൂ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോസും ചാനൽ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.